സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടുകയും അതിനുശേഷം കണ്ണൂരിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ യുദ്ധം മുറുകുകയാണ്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും CPMന്റെ മുതിർന്ന നേതാവ് P ജയരാജനും തമ്മിലാണ് ഫേസ്ബുക്കിൽ യുദ്ധം നടക്കുന്നത്. കെ സുരേന്ദ്രന്റെ FB കുറിപ്പ് ഇങ്ങനെ വായിക്കാം. കൊടും ക്രിമിനൽ. ഗോവിന്ദചാമി ജയിൽ ചാടിയത് രാത്രി 1:15. ജയിൽ അധികൃതർ അതറിയുന്നത് പുലർച്ചെ 5:15. പോലീസിൽ വിവരമറിയിക്കുന്നത് രാവിലെ 7:15. മതിലിൽ വൈദ്യുതി ഫെൻസിംഗ്. ജയിൽ ചാടുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്യപ്പെട്ടിരുന്നു. സർവത്ര ദുരൂഹത. ജയിൽ ചാടിയതോ ചാടിച്ചതോ? ജയിൽ ഉപദേശക സമിതിയിൽ P ജയരാജനും തൃക്കരിപ്പൂർ MLAയും. ഇതായിരുന്നു സുരേന്ദ്രന്റെ FB പോസ്റ്റ്. അതേസമയം സുരേന്ദ്രനെതിരെ P ജയരാജൻ രംഗത്തെത്തി. കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയും കുതിരവട്ടവും തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണ്. സുരേന്ദ്രന്റെ മനോനില പരിശോധിക്കാൻ BJP പ്രവർത്തകരോട് P ജയരാജൻ FB കുറിപ്പിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ജയരാജന്റെ FB പോസ്റ്റ് ഇങ്ങനെ വായിച്ചെടുക്കാം. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് അതികാലത്ത് തന്നെ കേട്ടത്. അടച്ച സെല്ലിന്റെ ഇരുമ്പഴി മുറിച്ച് പുറത്തു കടന്നെന്നാണ് പ്രാഥമിക വിവരം. ഇത് ഗൗരവമായ അന്വേഷണം ആവശ്യമുള്ള വിഷയമാണ്. ആ അന്വേഷണം സർക്കാർ ജാഗ്രതയോടെ നടത്തുമെന്ന് ഉറപ്പിക്കാം. എന്നാൽ ഈ ജയിൽ ചാട്ടം ആസൂത്രിതമാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണം അഴിച്ചുവിടുന്നുണ്ട്. അതിന്റെ തെളിവാണ് BJP നേതാവ് കെ സുരേന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. സെൻട്രൽ ജയിലിൽ ഉപദേശക സമിതി അനൌദ്യോഗിക അംഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന. BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള സുരേന്ദ്രന്റെ മനോനിലയാണ് ഇത് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഉള്ളേരിയും കുതിരവട്ടവും തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണ്. സുരേന്ദ്രന്റെ മനോനില പരിശോധിക്കാൻ BJP പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നു. ഇതായിരുന്നു P ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെയും പ്രാഥമിക നിഗമനം. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ മാത്രമാണ് ഗോവിന്ദചാമി സെല്ലിലില്ല എന്ന കാര്യം തിരിച്ചറിയുന്നത്. ഗോവിന്ദചാമിക്കായി പോലീസ് സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ നടത്തിയതിനൊടുവിലാണ് കണ്ണൂരിലെ ഒരു കിണറ്റിൽ നിന്നും ഇയാളെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.